ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഒരു സാമ്പിൾ പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്ത ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള രണ്ട് സാമ്പിൾ പ്രോഗ്രാം കൂടി ഡിസ്കസ് ചെയ്യാം. ആദ്യത്തത് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ബിഗർ നമ്പർ ഏതാണെന്ന് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാം. ഇത് നമ്മൾ പല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അൽഗോരിതം ഒരു രീതിയിൽ എഴുതി, അല്ലാതെ പ്രോഗ്രാം എഴുതിയപ്പോൾ തന്നെ ഒന്ന് രണ്ട് മെത്തേഡിൽ എഴുതി. അപ്പം കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ എഴുതിയ സൊല്യൂഷൻ കണ്ടെത്തിയ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ദ ബിഗ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി എന്നൊരു കണ്ടീഷൻ ചോദിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതേ കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോഗ്രാം എഴുതാം. സാധാരണ ഇഫ് എൽസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ പ്രോഗ്രാം എഴുതേണ്ടത്. നമുക്ക് തൽക്കാലം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഈ പ്രോഗ്രാം ഒന്ന് എഴുതി നോക്കാം. അതാണ് നമ്മൾ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ രണ്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ കണ്ടീഷൻ ഓപ്പറേറ്ററിൻ്റെ അകത്ത്. അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഞാൻ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇഫ് എന്ന് എഴുതിയിട്ട് എ ഗ്രേറ്റർ ദാൻ ബി എന്നൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ബി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണത്. അപ്പോൾ അതായത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എ ആണ് വലുത് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ സി ഔട്ട് ബിഗർ നമ്പർ ഈസ് എന്ന് പറഞ്ഞ് എ എന്ന് പറയുന്ന വാല്യൂ അത് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം. അതേസമയം ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ, അതായത് ബി ആണ് വലുത് എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ കേർലി ബ്രാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ വീണ്ടും തിരിച്ചുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ എ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫാൾസ് വന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ അത് എന്തായിരുന്നാലും ട്രൂ ആവും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും ബിയുടെ വാല്യൂ ആണ് വലുത് എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദ ബിഗർ നമ്പർ ഈസ് എന്ന് പറഞ്ഞ് ബി എന്നുള്ള വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. സപ്പോസ് ഇപ്പം ആദ്യമേ ഇത് ചെക്ക് ചെയ്യപ്പം എയുടെ വാല്യൂ ആണ് വലുതെന്ന് കരുതുക. ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യപ്പം എയുടെ വാല്യൂ ആണ് വലുത്, അതുകൊണ്ട് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായാലും ഫാൾസ് വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇഫിൻ്റെ കൂടെ ഇഫ് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്തൊരു കണ്ടീഷൻ എഴുതും. ആ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ മാത്രമേ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സോ ആണെങ്കിൽ അത് മൊത്തം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് രണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ബിഗർ നമ്പർ ഏതാണ് എന്ന് കണ്ടെത്തുന്നത് നമുക്കിങ്ങനെ കണ്ടീഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതാം, അല്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതാം. സാധാരണ ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് ഇത് എഴുതാനുള്ളത്. ഇഫ് എൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്രോഗ്രാം. ഇനി അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അബ്സല്യൂട്ട് വാല്യൂ ഒരു ഇൻഡീജർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. അതായത് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ. നമ്മളൊരു പോസിറ്റീവ് വാല്യൂ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതേ വാല്യൂ തന്നെ ഔട്ട്പുട്ട് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടണം. അതേസമയം നമ്മളൊരു നെഗറ്റീവ് നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് നമ്പർ ആക്കിയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ -5 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ 5 എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത്. ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ <0 ആണ് എങ്കിൽ മാത്രം, <0 ആണ് എങ്കിൽ അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നൽകുന്നത്. അതേസമയം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ >0 ആണെങ്കിൽ അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന അതേ വാല്യൂ തന്നെ അങ്ങ് ഔട്ട്പുട്ടായിട്ട് തരും. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് ഇത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ സാധിക്കതേ ഉള്ളൂ. ഇവിടെ നമ്മൾ എൻ്റർ ദി ഇൻറ്റീജർ നമ്പർ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആദ്യം അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൻ്റെ അകത്ത് n<0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. എന്നിൻ്റെ വാല്യൂ <0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൈനസ് നമ്പറാണ്, മൈനസ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത് എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയി, ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള n = n × -1 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെ അങ്ങ് സ്റ്റോർ ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും അബ്സല്യൂട്ട് വാല്യൂ ഈസ് എന്ന് പറഞ്ഞ് ആ n എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്.
സപ്പോസ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് ഇപ്പോൾ സപ്പോസ് 4 ആണെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. n<0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അത് ഫുൾ അങ്ങ് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും, ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഈസ് എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് ആ ഒരു പോസിറ്റീവ് വാല്യൂ 4 എന്ന വാല്യൂ ആണ്, അതിനെ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് ഇവിടെ നെഗറ്റീവ് നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യുന്ന ഈ ഒരു ഇഫ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കണ്ടീഷനാണ് ഇതിൻ്റെ അകത്ത് ഇക്വേഷനായിട്ട് കൊടുത്തത്. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ബേസ് ചെയ്തായിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടേ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ മാത്രമേ അതിൻ്റെ കൂടെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്താനുള്ള പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാൻ സിമ്പിളാണ്. അപ്പം അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.